ഹലോ. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഒരു ക്രിസ്മസ് വെക്കേഷൻ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തവണ കുറച്ചധികം ആൾക്കാരുണ്ട്. ഒരു 7 ഫാമിലി, കുട്ടികളടക്കം ഒരു 26-27 ആൾക്കാരുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ എത്ര നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ലാസ്റ്റ് ടൈം പാക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ലഞ്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. എനിക്ക് കിട്ടിയത് ചിക്കൻ കറിയാണ്. കുറേ നാളത്തെ ഒരു എക്സൈറ്റ്മെൻ്റാണ് ഈ ട്രിപ്പ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റ് ചിക്കനൊക്കെ കട്ട് ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആരും ലേറ്റ് ആവരുതെന്നുള്ളത് തലേന്ന് രാത്രി തന്നെ കൺഫേം ആയൊരു കാര്യമാണ്. അപ്പോൾ ദാ കറക്റ്റ് സമയത്ത് ബസ് വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോയതിന് ശേഷം ബസ്സിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ബസ്സിനകത്ത് ഡാൻസ് തകർക്കുകയാണ്. കോളേജ് കഴിഞ്ഞിട്ടിപ്പോൾ 11 വർഷമാവാൻ പോകുന്നു. പക്ഷേ അടിച്ചുപൊളി പാട്ടും ഇങ്ങനൊരു ട്രിപ്പും ഒക്കെ ആവുമ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോഴും ആ പഴയ പ്രായത്തിൽ തന്നെയാണ്. ബസ്സിനകത്തെ സീനിൽ നിന്ന് ഫോക്കസ് മാറ്റി നേരെ പുറത്തേക്കാക്കിയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. തെങ്ങും പലതരത്തിലുള്ള കൃഷിയൊക്കെയായി ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ ശരിക്കും ഗാനയിലെ വില്ലേജ് ഏരിയാസ് ആണ് കേട്ടോ. ഈ ഒരു ഫോക്കസിന് വേറൊരു ഉദ്ദേശം കൂടെയുണ്ട്. ഭക്ഷണം കഴിക്കാൻ നല്ല തണലുള്ളൊരു സ്ഥലം നോക്കുകയാണ് നമ്മൾ. സ്ഥലം നോക്കി അവസാനം ഞങ്ങൾ എത്തിയത് ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ച റിസോർട്ടിൽ തന്നെയാണ്. എലി ബീച്ച് റിസോർട്ട്. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. സാധാരണ റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോയെന്നാണ് ആദ്യം നോക്കുന്നത്. ഇത്തവണ ബീച്ചും പൂളും രണ്ടും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ലേഡീസിൽ ഒരാൾക്കൊഴികെ ബാക്കി ആർക്കും നീന്താൻ അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ആ ഒരാൾ ലക്ഷ്മിയേച്ചിയാണ്. കുറേ നാളായിട്ട് ലക്ഷ്മിയേച്ചി ഞങ്ങളൊക്കെ നീന്താൻ പഠിപ്പിക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ തിരിച്ചു പോകുമ്പോഴേക്ക് അത് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പൂളൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ ചോറും ചിക്കൻ കറിയും മോര് കറിയാണ് ഇത്തവണ കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ബീച്ച് സൈഡിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. റൂം കിട്ടാൻ കുറച്ചധികം സമയമെടുത്തതുകൊണ്ട് ഞങ്ങൾ കുറേ അധികം നേരം പുറത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ 7 പേരിൽ 3 ഫാമിലിക്ക് ബീച്ചിനടുത്തുള്ള ഹട്ട് പോലെയുള്ള റൂമുകളും ബാക്കിയുള്ളവർക്ക് അതിന് കുറച്ച് പിറകിലായിട്ട് കോട്ടേജുമാണ് കിട്ടിയത്. ഏകദേശം 1 മണിക്ക് അവിടെ എത്തിയെങ്കിലും ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് റൂം കിട്ടിയത്. റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആദ്യം പോയത് ഞങ്ങൾ ബീച്ചിലേക്കാണ്. നല്ല നീറ്റായിട്ടുള്ള ഒരു ബീച്ച്. പക്ഷെ ഭയങ്കര ശക്തിയിലുള്ള വലിയ തിരകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പൊതുവെ കടലിലിറങ്ങാൻ പേടിയാണ്. കടലിലെന്നല്ല, എല്ലാ വെള്ളത്തിലിറങ്ങാനും എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കരയിലിരുന്നിട്ടുള്ള അഭ്യാസം മാത്രമേ നടക്കൂ. ഒരു റീൽസ് എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ടൂർ പ്ലാൻ ചെയ്തത് മുതൽ ഞങ്ങൾ ലേഡീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി ഒരു 50 റീൽസ് എങ്കിലും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ഒരു മൊമെന്റിൽ ഇത് പഠിക്കണം, ഇതിന് വേണ്ട ഡ്രസ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ചർച്ചകളായിരുന്നു ആ ഗ്രൂപ്പിൽ കൂടുതൽ.
പക്ഷേ ഒരു റീല് പോലും എടുക്കാതെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പ്ലാനിങ് മാത്രമായിരുന്നു അവസാനം ബാക്കി. അങ്ങനെ ഒരു 1-2 മണിക്കൂറത്തെ കടലിലെ കളിയും കുളിയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ് തപ്പി ഒറ്റ പോക്കായിരുന്നു. എവിടെയാണെങ്കിലും മണം പിടിച്ചിട്ടായാലും ഈ ഒരു സംഭവം ഞങ്ങൾ കണ്ടുപിടിക്കും. ഞങ്ങൾ പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ കഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ, പക്ഷെ അകത്ത് ഭയങ്കര ചൂടായിരുന്നു. ചൂട് കാരണം ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അയിനൂനെ ഇതാ ലക്ഷ്മിയേച്ചി എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അവിടെ ഇരുത്തുന്നുണ്ട്. കൊള്ളാവോ എന്നുള്ള ചോദ്യത്തിന് ഉപ്പില്ല എന്നുള്ള മറുപടിയാണ് വന്നത്. പൊതുവേ എനിക്ക് ഗാനിയൻ ഫുഡ് ഇഷ്ടമല്ല. ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ടും ഞാൻ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് പോലും ടേസ്റ്റ് നോക്കിയിട്ടില്ല. ഇന്നിപ്പോൾ കഴിച്ചില്ലെങ്കിൽ പട്ടിണിയാവുന്നുള്ള അവസ്ഥയല്ലാതെ കഴിക്കാതെ വേറെ വഴിയില്ല. അങ്ങനെ കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ചിക്കനും എടുത്ത് ഞാനിരുന്നു. ഇവിടുത്തെ ഫ്രൈഡ് റൈസും ജോളോഫ് റൈസും ഒക്കെ കുറച്ച് ഹാർഡാണ്. പക്ഷെ അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ഡിന്നർ കഴിച്ചത്. അതിന് പക്ഷേ ഇതൊക്കെ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അധികം ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. ഫുഡ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോളോഫ് റൈസൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ചിക്കനും വലിയ കുഴപ്പമില്ല. പക്ഷേ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബീച്ച് സൈഡിലിരുന്ന് അന്താക്ഷരിയും ഡംഷറാട്സും ഒക്കെ കളിച്ചു. ഇതൊക്കെ തന്നെയായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും മനസ്സിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളിലൊന്ന്. ലേഡീസ് സെക്ഷൻ, ജെന്റ്സ് സെക്ഷൻ. ഓക്കേ, അതെ, നിങ്ങൾ ലേഡീസ് ജെന്റ്സ്. ഓക്കേ, ഓക്കേ, തുടങ്ങാം. ആരാ തുടങ്ങുന്നത്? സുസു എന്നാക്കി പിടിക്കി. എങ്ങനെ കളി അറിഞ്ഞൂടാ നമുക്ക്? വളർത്തി വളർത്ത കിളി പളം കൊടുത്ത് വളർത്ത കിളി ഞാൻ വളർത്ത പച്ച കിളി കിളി കിളി. 11 മണിയായപ്പോഴാണ് ഈ ഒരു ഇരിപ്പിൽ നിന്ന് ഞങ്ങളൊക്കെ എണീറ്റത്. അതും മക്കൾക്കൊക്കെ ഉറക്കം വന്നിട്ട്. നാളെ ഉച്ചയ്ക്കാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.